ദേശീയോദ്ഗ്രഥനവും ഏകതയും ലക്ഷ്യമിട്ട് നടത്തുന്ന ചലോ LOC യാത്ര 7ാം ദിവസത്തിലേക്ക് ഓംകാരേശ്വറിൽ നിന്ന് പുലർച്ചെ ആരംഭിച്ച യാത്ര മധ്യപ്രദേശിലൂടെ പുരോഗമിക്കുകയാണ്. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന യാത്ര വൻ സ്വീകാര്യത നേടിയാണ് മുന്നേറുന്നത്. ശങ്കര ഭഗവത് പാദത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ശങ്കര ഗുരുസ്ഥാനത്ത് എത്തി. ആദിശങ്കരാചാര്യൻ്റെ 108 അടി ഉയരമുള്ള ഏകാത്മ പ്രതിമയുടെ മുന്നിൽ നിന്ന് സംഘം ജനം TVയോട് വിശേഷങ്ങൾ പങ്കുവച്ചു. അദ്വൈത വേദാന്ത തത്വചിന്തയുടെ കേന്ദ്രമായ ഓംകാരേശ്വറിൽ നിന്ന് ഏകാത്മതാ സ്തോത്രം ചൊല്ലിയാണ് സംഘം 7ാം ദിവസത്തെ യാത്ര തുടങ്ങിയത്. ദത്താത്രേയ ആശ്രമത്തിലെ വിവേകാനന്ദപുരി സ്വാമിയുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങി കശ്മീരിലെ തീത്വാളിലേക്ക് യാത്ര തുടരുകയാണ്. രാഷ്ട്രത്തെ ഒരു ശരീരമായി കണക്കാക്കിയാൽ അതിന്റെ ഹൃദയസ്ഥാനത്താണ് എത്തിയിരിക്കുന്നതെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന R. രാമാനന്ദ് പറഞ്ഞു. യാത്രയ്ക്ക് ആധ്യാത്മിക ലക്ഷ്യമുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച ദിനമായിരുന്നു 6ാം ദിനമെന്ന് ക്യാപ്റ്റൻ R. രാമാനന്ദ് പറഞ്ഞു. യാത്രയുടെ പേര് തന്നെ ശങ്കര മുതൽ ശാരദ വരെ എന്നാണ്. രാഷ്ട്രത്തെ ഒരു ശരീരമായി കണക്കാക്കിയ രാഷ്ട്ര ശരീരത്തിന്റെ മൂലാധാരത്തു നിന്ന് ആരംഭിച്ച് സഹസ്രാരം വരെയുള്ള ഒരു യാത്രയാണ്. ഒരു ആധ്യാത്മിക തലം അതിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിന്റെ ഹൃദയസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ആ ഹൃദയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓംകാരേശ്വര ഭൂമിയാണ്. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ ഓംകാരേശ്വർ സന്ദർശിച്ച് സപ്തനദികളിലൊന്നായ നർമ്മദയിൽ സ്നാനവും നടത്തിയാണ് സംഘം ഇന്നലെ യാത്ര അവസാനിപ്പിച്ചത്. 28 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഏകാത്മ ധാമിലാണ് 108 അടി ഉയരമുള്ള ഏകാത്മ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനമായ കാലടിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര ജൂൺ 12-ന് കശ്മീരിലെ തീത്വാളിലെ ശാരദാ യാത്രാക്ഷേത്രത്തിൽ സമാപിക്കും. ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും സന്ദേശവുമായി മുന്നേറുന്ന യാത്രയ്ക്ക് പ്രചോദനമായത് ആദിശങ്കരന്റെ അഖണ്ഡ ഭാരത സങ്കല്പമാണ്. ന്യൂസ് ഡെസ്ക് ജനം.